യാത്രാപ്പടി വിവാദത്തിൽ വിശദീകരണവുമായി വീണ്ടും സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ. അക്കാദമിയുടെ മൂലധനത്തിൽ കുറവുണ്ട്, ചെലവ് ചുരുക്കി പങ്കെടുക്കുന്നവർക്ക് എന്തെങ്കിലും പ്രതീകാത്മകമായി നൽകാനായിരുന്നു ശ്രമം. യാത്രാപ്പടിയിൽ ഓഫീസ് തലത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടെന്നും കെ സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ജെയ്സൺ ചാമവളപ്പിൽ വിവരങ്ങളുമായി. ജെയ്സൺ, എന്താണ് ഇപ്പോൾ സച്ചിദാനന്ദൻ വിശദീകരിക്കുന്നത്? സാഹിത്യ അക്കാദമിയിൽ നടന്ന സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതിന്റെ തുടർ വിവാദങ്ങളും വളരെ സജീവമാവുകയും രൂക്ഷമായ വിമർശനങ്ങൾക്ക് ഇടപെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കവി സച്ചിദാനന്ദനും അക്കാദമി ചെയർമാൻ കൂടിയായ കവി സച്ചിദാനന്ദൻ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരണമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിരവധി കുറവുകൾ ഈ സാഹിത്യോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇത് വിലയിരുത്തും, കുറവുകൾ പരിഹരിക്കും. 500ഓളം എഴുത്തുകാരെ വിളിച്ചുകൂട്ടി 100-ലധികം സെഷനുകൾ നടത്താൻ തികയുന്നത്ര ഫണ്ട് അക്കാദമിയുടെ കൈവശം ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ ഫെസ്റ്റിവലുകളിൽ എഴുത്തുകാർ പ്രതിഫലം ആർക്കും നൽകുന്നില്ല. അതാണ് അദ്ദേഹത്തിന് പറ്റുന്ന വീണ്ടും ഒരു അബദ്ധം. ഇത്തരത്തിലുള്ള വാദങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല എന്നത് ആണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കൂടുതൽ വിമർശനങ്ങൾക്ക് ഇടവച്ചു. പക്ഷെ എങ്കിൽ പോലും വീണ്ടും ഫേസ്ബുക്കിൽ കുറിക്കുന്നത് പല ഫെസ്റ്റിവലുകളിലും എഴുത്തുകാർ പ്രതിഫലം നൽകാതെ വരാറ്. എങ്കിലും ചിലവ് ചുരുക്കിയായാലും പ്രതീകാത്മകമായ പങ്കാളികൾക്ക് എന്തെങ്കിലും നൽകാൻ ശ്രമിച്ചു എന്നാണ് അദ്ദേഹം ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഓഫീസ് തലത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം ഈ ഫേസ്ബുക്കിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി തുടർന്ന വിവാദങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം അക്കാദമി നടത്തുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും ഫലവത്താകുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ യോഗം ചേർന്ന് പ്രശ്നപരിഹാരത്തിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം FB പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു.